പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോപ്പനും കൃപാസനം മാതാവിനും 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് അമ്പിളി. ഞാൻ തിരുവനന്തപുരത്ത് ശ്രീകാര്യത്തു നിന്നുമാണ് വരുന്നത്. ഇതെൻ്റെ മകൻ ഗോപിനാഥാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2025 മാർച്ച് 22-ാം തീയതിയാണ്. ഞാനിവിടെ വന്ന് ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത്. ഞാനൊരു ഹിന്ദുവാണ്. എൻ്റെ ഒരു രോഗസൗഖ്യത്തിൻ്റെ ഇതിൽ പറയാനാണ്. ഉപാസനത്തെപ്പറ്റി ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഞാൻ ന്യൂറോ സംബന്ധമായ പ്രശ്നത്തിന് അവിടെ OP-യിൽ ഇരുന്ന സമയത്ത് കൊല്ലത്തു നിന്നും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച് പള്ളിയിൽ വിശ്വാസം ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ വായിൽ വന്നത് കൃപാസനം മാതാവിനെ കുറിച്ചാണ് വന്നത്. അപ്പോൾ അവർ ഉടനെ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് യൂട്യൂബ് എടുത്ത് എൻ്റെ അടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഇത് അവിടുത്തെ പള്ളിയാണ്, അത് ഉടമ്പടി സാക്ഷ്യങ്ങളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കാണിച്ചു തന്നു. അതെല്ലാം ഞാൻ കണ്ടു. അങ്ങനെയാണ് ഞാനിവിടെ പിറ്റേന്ന് ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെ എൻ്റെ കഴുത്തിൽ എൻ്റെ തലയ്ക്കകത്ത് ഒരു മുഴ ഉണ്ടായിരുന്നു. ഇടത്തെ കണ്ണിനകത്ത് തലയ്ക്കകത്തൊരു മുഴ ഉണ്ടായിരുന്നു. അത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് കാര്യമാണ്. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ 100% എനിക്കത് ജീവനോട് ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലെന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് ഓപ്പറേഷൻ ചെയ്തില്ല. ഞാൻ ഡോക്ടറോടത്ത് പറഞ്ഞ് ഞാൻ ഈ മരുന്ന് കഴിച്ചുകൊണ്ട് മരുന്ന് കഴിച്ച് ഞാൻ നടക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ അവിടെ ചെക്കപ്പിന് പോയപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ആളുമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത്. പിന്നെ അമ്മയുടെ നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് മാറിക്കിട്ടി. എൻ്റെ കണ്ണിനകത്തുള്ളൊരു മുഴ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ കയ്യൊപ്പ് ശുശ്രൂഷയിൽ കൂടി എനിക്കത് മുഴ മാറിക്കിട്ടുകയും അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാതിരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വലത്തെ കണ്ണിനകത്ത് പെട്ടെന്നുണ്ടായ, ഞാൻ സൂര്യപ്രകാശത്തിൽ ഒത്തിരി നേരം നോക്കിക്കൊണ്ട് നിന്ന സമയത്ത് അതെനിക്ക് നോക്കിക്കൊണ്ട് നിന്നിട്ട് ഞാൻ അകത്തോട്ട് കയറിപ്പോയപ്പം പിന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റാതെയായി. കണ്ണ് അങ്ങനെ ഓളം വെട്ടുന്നത് പോലെ ആയി. കണ്ണിലൊരു കൺകോട്ടിയും വന്ന് നമ്മൾ വെട്ടത്തു നിന്നും ഇരുട്ടത്തോട്ട് പോയിരുന്നാലും അവിടെ നല്ല പ്രകാശം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. ഈ കണ്ണിലങ്ങ് പലവിധ നിറത്തിലുള്ള കളറുകൾ കാരണം എനിക്കത് കാണാൻ പറ്റാതെ ആയിപ്പോയി. അങ്ങനെ ഞാൻ ഒരു കണ്ണ് ഡോക്ടറെ കണ്ടു. ആ ഡോക്ടറും ഇതുപോലെ കണ്ണിനകത്ത് ഒരു സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞ് കണ്ണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിനും ചെയ്താലും അതിനും ഒരു ഉറപ്പ് പറയാൻ പറ്റൂല. അങ്ങനെ ഞാൻ ഈ നേർച്ച വസ്തുക്കൾ തന്നെയാണ് ഞാനത് വിശ്വാസത്തോടെ വിശ്വാസപ്രമാണം ചൊല്ലി അത് കണ്ണിൽ തേച്ചും എടുത്ത് എനിക്കത് പൂർണ്ണമായിട്ട് മാറ്റിത്തന്നു. പിന്നെ ചെറുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് രോഗസൗഖ്യങ്ങൾ മാറ്റിത്തന്നു. 10-20 വർഷം കൊണ്ട് ഞാൻ കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് ഹോർമോണിൻ്റെ ഗുളിക കഴിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഷുഗർ കൂടുതലായി. അങ്ങനെ വന്ന് എൻ്റെ ശരീരത്തിൽ നിന്നും ഷുഗർ പോകാതെയായി. ഞാൻ ഈ വ്യഞ്ചരിച്ച നേർച്ച വസ്തുക്കളിൽ ഉപ്പ് കഴിക്കുകയും എന്ത് വെള്ളം കുടിച്ചിരുന്നാലും ഞാൻ അതിൽ ഒരു നുള്ളു ഉപ്പിട്ട് ഞാൻ കുടിച്ചതിൻ്റെ ഫലമായിട്ട് 20 വർഷം കൊണ്ട് മാറിപ്പോകില്ല എന്ന് പറഞ്ഞ ഷുഗർ എനിക്ക് പൂർണ്ണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി. എങ്കിലും ഞാൻ ഇന്നും ആ ഉടമ്പടി വസ്തുക്കൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ചുമ വന്നാൽ പോലും തേൻ ഒരു നുള്ളെടുത്ത് വായിൽ വെച്ച് ഞാൻ അത് കഴിക്കുമായിരുന്നു. പിന്നെ എൻ്റെ മോൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് മോൻ തന്നെ പറയും. എൻ്റെ പേര് ഗോപിനാഥ് എന്നാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ശ്രീകാര്യത്തു നിന്ന് വരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരു വൈറസ് ബാധിച്ചിരുന്നു. ആ വൈറസ് വയറ്റിൻ്റെ അവിടെ മുതൽ കാലിൻ്റെ തുടേൻ്റെ അവിടം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇത് ചെറുതായി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് കൊതു ഉറുമ്പോ എല്ലാം കടിച്ച് അയക്കുന്നു. പിന്നെ അത് കൂടി ചൊറിച്ചിലായി തൊലിയൊക്കെ ഇളവാൻ തുടങ്ങി. നല്ല
ചുവപ്പ് കളറിലൊക്കെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഡോക്ടറിൻ്റെ അടുത്ത് കാര്യം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഒരു തരം വൈറസാണ്, ഇത് പടരത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓയിൽമെൻറ്റും തന്നു, ഒരു ലോഷൻ മാതിരിയുള്ള ഇതും തന്നു. അങ്ങനെ അതൊക്കെ പുരട്ടിയിട്ട് എനിക്കൊരു യാതൊരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ അമ്മ സന്ധ്യാപ്രാർത്ഥന അമ്മ ചൊല്ലുമ്പോഴേക്കും ഞാൻ അമ്മേൻ്റെ അടുത്ത് വന്നിരുന്ന് അമ്മേരോടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അമ്മ എനിക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി എണ്ണയും എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ തൈലം എനിക്ക് തേച്ച് തരുമായിരുന്നു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് എൻ്റെ വൈറസിലെല്ലാം പൂർണ്ണമായി എൻ്റെ വയറ്റിൽ നിന്ന് മാറിയിരുന്നു. പിന്നെ വന്നത് എനിക്ക് പറയാനുള്ളത് എൻ്റെ 8ാം ക്ലാസ്സിലെ ഫൈനൽ പരീക്ഷയ്ക്ക് എൻ്റെ പരിശുദ്ധ അമ്മയും തിരുകുമാരനും എന്നെ ഫുൾ A+ഓടുകൂടി എന്നെ ജയിപ്പിച്ചു തന്നു. അതിന് എൻ്റെ യേശുവപ്പനോട് എൻ്റെ തിരുകുമാരനോട് എൻ്റെ പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പം ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ പരീക്ഷയ്ക്ക് എൻ്റെ 8ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഞാൻ പോയിക്കൊണ്ടിരുന്ന അമ്മ രാവിലെ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മയുടെ കൂടെ ചെന്നിരുന്ന് അമ്മ എനിക്ക് വിശ്വാസ പ്രമാണവും ചൊല്ലി ഉടമ്പടി തൈലവും എനിക്ക് നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തേനും ഉപ്പും തന്ന് എൻ്റെ തലേൻ്റെ അവിടെയായിട്ട് ഉപ്പും വച്ചെന്ന് ഞാൻ പോകുമ്പം കഴുത്തിൽ കൊന്തയിട്ട് കാശുരൂപം വച്ചുകൊണ്ടാണ് ഞാൻ പോവാറ്. അങ്ങനെ പോയി എനിക്ക് നല്ല മാറ്റം ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ എല്ലാ പരീക്ഷയ്ക്കും എനിക്ക് നല്ല മുൻ വിജയത്തോടെ എനിക്ക് ജയിക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾ 15 ദിവസം കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പം ഡോക്ടർ ചോദിച്ചു ഇതെങ്ങനെ മാറിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇതേപോലെ കൃപാസന അമ്മയുടെ അവിടെ വന്ന് അവിടുത്തെ ഉടമ്പടി തൈലവും എല്ലാം അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തേച്ചിട്ടാണ് എനിക്കിത് മാറിയെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നോട് ചോദിച്ചു ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആണോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കൃപാസന അമ്മ എനിക്ക് എല്ലാം മാറ്റി തന്നത്. എൻ്റെ യേശുവപ്പനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. പത്രം എല്ലാ ബസ് സ്റ്റാൻഡുകളിലും, ഞങ്ങളുടെ അങ്ങോട്ടുള്ള ബസ് സ്റ്റാൻഡുകളിലും, ഓട്ടോ സ്റ്റാൻഡുകളിലും, വീടുകളിലും, ബാങ്കുകളിലും ഞാൻ എവിടെ പോവോ അവിടെയുള്ള സ്ഥലങ്ങളിലും ഞാൻ കൊടുത്ത് എൻ്റെ അനുഭവം പറഞ്ഞ് തന്നെ അവരോട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ഒരുപാട് സ്ഥലത്തൊന്നും ഞാൻ പോയിട്ടില്ല. ഒരു ആറ്റിങ്ങിലുള്ള കരുണാലയം എന്ന സ്ഥലത്ത് പോയി അനാഥരെ കണ്ടു. അവിടെ ഞങ്ങൾ 2-3 പേര് കൂടെ ചേർന്ന് ഷെയർ ചെയ്ത് അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം കഴിഞ്ഞ മാസം വാങ്ങിക്കൊടുത്തു. അതിൻ്റെ മുന്നേ വർഷം ഞാൻ ഒരു ഓണത്തിന് കൊഞ്ചിറവിള, തിരുവനന്തപുരത്ത് കൊഞ്ചിറവിള എന്ന് പറഞ്ഞ സ്ഥലത്ത് അനാഥ മന്ദിരത്തിൽ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുത്തു. കുറേ 15 കിലോ അരി വാങ്ങിച്ച് കൊടുത്തു. എന്നാൽ കഴിയുന്ന എൻ്റെ കൈക്ക് വരുന്ന കാശിനനുസരിച്ച് ഞാൻ എൻ്റെ വീട് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഞാൻ അവർക്ക് പാവങ്ങൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പ്രാർത്ഥന ജീവിതവും ഞാൻ ഉടമ്പടി ധ്യാനം, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കും, ഉപവാസം എടുത്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വയ്യാതായതിനുള്ള അത് എടുക്കാൻ പറ്റിയില്ല. ജപമാല ചൊല്ലും, ബൈബിൾ വായന ഉണ്ട്, അതൊന്നും മുടങ്ങാറില്ല. അതെല്ലാം ചെയ്യും. 5:30 മണിക്കുള്ള ഡെയിലി ബ്രെഡും അത് മുടങ്ങാറില്ല. 7 മണിക്കുള്ള സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഞാൻ ചൊല്ലാറുണ്ട്. ഇപ്പോൾ അമ്മമ്മയും മണക്കമാസത്തിൻ്റെതും അതും ഞാൻ ചൊല്ലാറുണ്ട്. ഇനി എൻ്റെ ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അവസാനം വരെയും കൃപാസന അമ്മയുടെ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അമ്മയ്ക്കും ഈശോപ്പനും 1000 നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വചനമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ലഭിക്കും. ഉടമ്പടി വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രശ്നങ്ങൾ വന്നാലും തളരാതെ മുന്നോട്ട് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരു ദൈവാനുഭവമാണ് ഓരോ മക്കളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ജോലി പ്രശ്നമാവാം, രോഗാവസ്ഥയാവാം, സാമ്പത്തിക തകർച്ചയാവാം. ദൈവം ഒരു വഴി തുറന്നു തരും എന്നൊരു വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിലുള്ളത്. രോഗാവസ്ഥയിൽ, ജോലിയില്ലായ്മയിൽ, രോഗാവസ്ഥയിൽ സുഖം പ്രാപിക്കുമെന്നും
ജോലിയില്ലമേലെ ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രത്യാശ, ഒരു വിശ്വാസം, ഒരു ഉറപ്പാണ്. കാരണം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്, ദൈവകൃപയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് കൃപാസനം അമ്മയാണ്, പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ നമുക്ക് സമർപ്പിക്കാം. അമ്പിളി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ ഈ മകള് കണ്ണീരോടെ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് രോഗസൗഖ്യമാണ് ലഭിച്ചത്. സർജറി വേണമെന്ന് പറഞ്ഞ രോഗങ്ങളായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകൾക്ക് സർജറി കൂടാതെ രോഗസൗഖ്യം ലഭിക്കുകയായിരുന്നു. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴിയും ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. നമുക്കറിയാം, ജോസഫ് അച്ഛൻ പലപ്പോഴും പറയുന്നുണ്ട് 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആത്മീയതയിലാണ് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് 40 വർഷമല്ല, അച്ഛൻ്റെ ചെറുപ്പകാലം തൊട്ടുള്ള ആത്മീയതയുടെ ഒരു പാതയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. അങ്ങനെ ഈ മകളും വന്ന് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിക്കുകയും സൈത്ത് തേച്ച് അച്ഛൻ അമ്പിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് സർജറി കൂടാതെ പൂർണ്ണ സൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തിൽ ലഭിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. അതുപോലെ തന്നെയാണ് മകൻ ഗോപിനാഥ്, കൊച്ചു പയ്യനാണ്. ഈ ചെറുപ്പകാലത്ത് തന്നെ, ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകന് ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ ഒരു വഴിയിലേക്കാണ് ഈ അമ്മക്കാരൻ, സ്വന്തം അമ്മ അമ്പിളി ഈ മകനെ കൊണ്ടുപോകുന്നത്. കാരണം ഈ ചെറുപ്പകാലത്ത് തന്നെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഉടമ്പടി എടുത്തവരെ പോലെ തന്നെ ഈ അക്രൈസ്തവരായ ഈ കൊച്ചുമകൻ ഗോപിനാഥ് അമ്മയോട് കൂടെ ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മ കൃപാസന അമ്മയെപ്പറ്റി അറിയാനും ദേവകുമാരനോട് ചേർന്ന് നിന്ന് ആ ഈശോയുടെയും അമ്മയുടെ സ്നേഹം അറിയാൻ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഈ മകന് സാധിച്ചു. അതും ഈശോയുടെ ഒരു വലിയ കൃപയാണ്. ഈ അമ്മയാണ് വിശ്വാസ കൈമാറ്റം കൊടുക്കുന്നത്. നാം മറ്റുള്ളവർക്ക് പത്രം കൊടുക്കുമ്പോഴും മറ്റുള്ളവരെ പറ്റി അറിയാത്തവരെ അറിയിക്കുമ്പോഴും അറിഞ്ഞവരെ ആഴപ്പെടുത്തുമ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണത്. ഈ കൊച്ചു പ്രായത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കൊച്ചു മോൻ തന്നെ കഴുത്തിൽ കൊന്തയിട്ട് ഡോക്ടറെ തന്നെ അതിശയിപ്പിച്ച് പറയുകയാണ്, ഞാൻ കൃപാസനത്തിൽ പോകുന്നു, ഈശോ ദേവകുമാരനും കൃപാസനം അമ്മയുമാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് വിളിച്ചു പറയാൻ ഈ കൊച്ചു പ്രായത്തിൽ സാധിച്ചതെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനമാണത്. ഒരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയും ആ ഡോക്ടർ തന്നെ അതിശയിച്ചു പോവുകയാണ്. ഈ കൊച്ചു ചെറുപ്പകാലത്ത് ഈ അക്രൈസ്തവനായ ഈ കൊച്ചു മകൻ ഗോപിനാഥ് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്ന സ്വന്തം അനുഭവങ്ങളും മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ആ ആഗ്രഹവും പരീക്ഷയുടെ റിസൾട്ടും ഈ മകൻ പറയുന്നത്, എനിക്ക് പഠിക്കുവാൻ അത്ര കഴിവില്ലായിരുന്നു, പക്ഷെങ്കിൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച് സ്വന്തം അമ്മ കുരിശ് വരച്ച് ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശ് വരച്ച് എന്നെ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ വിടുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പോവുകയാണ്, എനിക്കെല്ലാം A+ കിട്ടിയെന്നാണ് ഈ കൊച്ചുമകൻ സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൊച്ചു കുട്ടികളെയും വിശ്വാസത്തിലേക്ക് നമുക്കും അവരെ മുന്നോട്ട് നയിക്കാം. കൊച്ചു കൊച്ചു പ്രേക്ഷിതർ വലിയ വലിയ പ്രേക്ഷിതരായി ഈശോയുടെയും അമ്മയുടെയും മക്കളായിട്ട് ജീവിതത്തിൽ കൂടുതൽ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് നമുക്കും വിശ്വസിക്കാം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വസ്തതയാണ് കൂടുതൽ ആവശ്യം. വിശ്വാസത്തെക്കാൾ കൂടുതൽ വിശ്വസ്തതയും ആത്മാർത്ഥതയുമാണ് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമ്പിളിക്കും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.